തൃണമൂൽ കോൺഗ്രസിൽ പ്രതിസന്ധി അവസാനിക്കുന്നില്ല. സുദീപ് ബന്ദോപാധ്യായ എംപിയും വിമതപക്ഷത്തേക്കെന്നാണ് ഇപ്പോഴത്തെ സൂചന. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി. PR അരവിന്ദ് വിവരങ്ങളുമായി. അരവിന്ദ്, മമതാ ബാനർജിയെ സംബന്ധിച്ച് ആശങ്കയുടെ ദിനങ്ങളാണ്. തനിക്കൊപ്പം നിന്നവരൊക്കെ മറ്റു ക്യാമ്പുകളിലേക്ക് പോകുന്നോ, മറു ക്യാമ്പിലേക്ക് പോകുന്നോ ഒരു ആശങ്ക. ഇപ്പോൾ സുദീപ് ബന്ദോപാധ്യായയുടെ അടുത്ത നീക്കം എന്ത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അനുജ പ്രജിൻ, തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. വിശ്വസ്തരടക്കം മമതാ ബാനർജിയെ കൈവിടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം 20 വിമത എംപിമാരായിരുന്നു മമതയെ വിട്ടുകൊണ്ട് മറ്റൊരു പാളയത്തിലേക്ക് പോയത്. എന്തായാലും കൂടുതൽ നേതാക്കളും എംപിമാരും മമതയെ കൈവിടുന്നതാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. മമതയുടെ വിശ്വസ്തനും 6 തവണ ലോക്സഭാ എംപിയുമായ സുദീപ് ബന്ദോപാധ്യായ കൂടി ഈ വിമത പക്ഷത്തേക്ക് പോകുന്നുവെന്ന ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നു. കൃത്യമായി ഡൽഹിയിലെത്തിയ അദ്ദേഹം കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവുമായി ചർച്ചകൾ നടത്തുകയാണ്. നാളെയാണ് ഇത്തരത്തിൽ സുവേന്ദു അധികാരിയുമായി ഈ വിമത എംപിമാർ കൂടിക്കാഴ്ച നടത്തുക. തിങ്കളാഴ്ച ലോക്സഭാ സ്പീക്കറെ കണ്ടുകൊണ്ട് തങ്ങൾക്കൊരു പ്രത്യേക ബ്ലോക്ക് അനുവദിക്കണമെന്ന ആവശ്യം ഈ വിമത എംപിമാർ ഉന്നയിക്കാൻ പോവുകയാണ്. തങ്ങളാണ് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് എന്ന ആവശ്യം ഈ വിമത എംപിമാർ ഉന്നയിക്കുന്നു. കൂടുതൽ പേരുടെ പിന്തുണ ലഭിക്കുന്നു. നിലവിൽ ലോക്സഭയിൽ 28 എംപിമാരാണ് തൃണമൂൽ കോൺഗ്രസിലുള്ളത്. അതിൽ 20 പേരും ഇതിനോടൊപ്പം തന്നെ വിമത പക്ഷത്തേക്ക് പോയി കഴിഞ്ഞു. കൂടുതൽ എംപിമാരും വരും ദിവസം ഈ വിമത പക്ഷത്തേക്ക് പോകുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ സുദീപ് ബന്ദോപാധ്യായയിലൂടെ ലഭിച്ചിരിക്കുന്നത്. മുതിർന്ന നേതാവാണ്. എല്ലാ കാലവും മമതാ ബാനർജിക്കൊപ്പം നിന്ന നേതാവാണ് സുദീപ് ബന്ദോപാധ്യായ. ആ സുദീപ് ബന്ദോപാധ്യായ കൂടി ഇപ്പോൾ വിമത പക്ഷത്തിലേക്ക് പോകുന്നു. എന്തായാലും ഈ ചർച്ചകൾ ഡൽഹിയിൽ നടക്കുമ്പോൾ കൊൽക്കത്തയിൽ കൂടി മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും തമ്മിൽ ചർച്ചകൾ നടക്കുകയാണ്. ഇനി എന്താകണം തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള നീക്കം? കാരണം പാർട്ടിയിൽ നിന്നുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ പാർട്ടിയിലുള്ള മമതാ ബാനർജിയുടെ അവകാശം അത് നഷ്ടപ്പെടുമ്പോൾ അത് മമതാ ബാനർജിയെ സംബന്ധിച്ചോളം വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ്. ഡൽഹിയിലെത്തി നേരത്തെ സോണിയാഗാന്ധിയുമായെല്ലാം കൂടിക്കാഴ്ച നടത്തിയപ്പോൾ കോൺഗ്രസിലേക്ക് പോകുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ആ റിപ്പോർട്ടുകൾ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും തള്ളുകയും ചെയ്തു. പക്ഷേ നേതാക്കളും എംപിമാരും എല്ലാം കൈവിട്ടൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ മമതാ ബാനർജി ഉള്ളത്. ലോക്സഭയിലാകട്ടെ ഇനി ഏകദേശം 8 എംപിമാർ മാത്രമാണ് പാർലമെന്റിൽ മമതാ ബാനർജിയെ പിന്തുണയ്ക്കുന്നത്. അതേസമയം നിയമസഭ ആയാലും വലിയ രീതിയിലുള്ള പിന്തുണ മമതയ്ക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. 64 പേർ ഇതിനോടൊപ്പം തന്നെ മറ്റു പാളയത്തിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ സർവത്ര പ്രതിസന്ധിയിലാണ് നിലവിൽ മമതാ ബാനർജി ഉള്ളത്. വിശ്വസ്തരടക്കം മമതാ ബാനർജിയെ കൈവിടുകയാണ്. അതാണ് ഏറ്റവും ഒടുവിലായി വരുന്നത്. സുദീപ് ബന്ദോപാധ്യായ എപ്പോഴും മമതാ ബാനർജിക്കൊപ്പം നിന്ന് ഏറ്റവും അടുത്ത വിശ്വസ്തൻ എന്ന പേരിൽ അറിയപ്പെട്ട സുദീപ് ബന്ദോപാധ്യായ വിമതപക്ഷത്തേക്ക് പോകുന്നു എന്ന വിവരം കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി. അതെന്തിന്റെ സൂചനയാണ് എന്നുള്ളതിലാണ് സംശയം. അതെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.